അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സൂറത്തുൽ ഹജ്ജിലെ 28, 29 ആയത്തുകളാണ് നമ്മളിന്ന് ചർച്ചക്കെടുക്കുന്നത്. അത് ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലിയശ്ഹദൂ മനാഫിഅ ലഹും وَيَذْكُرُوا اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ وَيَذْكُرُوا اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ فَكُلُوا مِنْهَا وَأَطْعِمُوا الْبَائِسَ الْفَقِيرَ ثُمَّ لْيَقْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتِيقِ. ഇതില് പാരായണത്തില് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വയദ്കുറുസ്മല്ലാഹി, വയദ്കുറുസ്മല്ലാഹി രണ്ടും കൂടിയും ചേർത്തിട്ടാണ് ഓതുക. വയദ്കുറുസ്മല്ലാഹി ട്ടോ. പിന്നെ രണ്ടാമത്തെ ആയത്തില് സുമ്മൽ യഖ്ദു ഒന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിന്റെ ഖുർആനിലെ ആശയം, ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും, വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ചില നിശ്ചിത ദിവസങ്ങളിൽ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കന്നുകാലി മൃഗങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ നാമം അവർ കീർത്തനം ചെയ്യുവാനും, ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ദരിദ്രനായ പരവശന് ഭക്ഷണം നൽകുകയും ചെയ്യുവിൻ. സുമ്മൽ യഖ്ദൂ തഫസഹും വൽയൂഫൂ നുദൂറഹും, പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കം നിർവഹിച്ചു കൊള്ളുകയും, വൽയൂഫൂ നുദൂറഹും, തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും, വൽയത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനാലയത്തെ തവാഫ് ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ. ഈ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച ചെയ്തു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആളുകളെ ഹജ്ജിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെടുകയും, അങ്ങനെ അവർ ഒട്ടകപ്പുറത്തും നടന്നൊക്കെ ആയിട്ട് ഹജ്ജിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വരുന്നത് എന്തിനാണ്? ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനകരമായ കാര്യത്തിൽ അവർക്ക് സന്നിഹിതരാകാനും, അതുപോലെ തന്നെ നിശ്ചിത ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബലിയായി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മൃഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അവർ ബലി നൽകുവാനും, ആ ബലിമൃഗത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും അതിൽ നിന്ന് അതിദരിദ്രരായിട്ടുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുകയും, പിന്നെ ആ ഹജ്ജ് കർമ്മത്തോട് ശേഷം അവർ അവരുടെ ആ അഴുക്കുകൾ
ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അഴുക്കുകൾ നീക്കുകയും അവരെന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുകയും ബൈത്തുൽ ആതീഖിന് അഥവാ അവസാനം ഹജ്ജിലെ അവസാനത്തെ തവാഫ് നിർവഹിക്കുകയും ചെയ്യട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതിൽ നമുക്ക് കാണാം ലിയശ്ഹദു മനാഫിഅ ലഹും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യങ്ങൾ ചുരുക്കി പറയാം. മനാഫിഅ ലഹും എന്നാ പറഞ്ഞത്, അവർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ അവർ സന്നിഹിതരാകാൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനാഫിഅ പ്രയോജനമുള്ള കാര്യങ്ങൾ, മനാഫിഅ ദുനിയ വൽ ആഖിറ. ദുനിയാവിലെയും അവർക്ക് ചില ഉപകാരങ്ങൾ ഹജ്ജിലൂടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. വൽ ആഖിറ ആഖിറത്തിലെയും ചില കാര്യങ്ങൾ അവർക്ക് പ്രയോജനകരമായി വരും. എന്താണ് ആഖിറത്തിൽ അവർക്ക് ലഭിക്കുന്ന ചില ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ? പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് റിദ്വാനുല്ലാഹ്. നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്താണെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹജ്ജ് കർമ്മത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് എന്താക്കാം? കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ വമഗ്ഫിറത്തു ദുനൂബ്, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ, അതിനൊക്കെ പുറത്ത് കളയുവാൻ ഈ ഹജ്ജിലൂടെ നമുക്ക് സാധിക്കും. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ. രണ്ട് ഉംറകൾക്കിടയിലുള്ള ആ ഒരു കാലയളവ് എന്നുള്ളത് എന്താണ്? കഫാറത്താണ്, പാപങ്ങളൊക്കെ പൊറുപ്പിച്ചു കളയും. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. എന്നാൽ ആ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് എന്നുള്ളത് എന്താ? ആ ഹജ്ജിനുള്ള പ്രതിഫലം സ്വർഗമാണ്. അപ്പൊ എന്താ? ഹജ്ജിലൂടെയുള്ള ഒരു മനാഫിഅ മഗ്ഫിറത്തു ദുനൂബ് സംഭവിക്കും. അതുപോലെ തന്നെ ഇസ്തിജാബത്തു ദുആ, പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യും. നമുക്കറിയാം പ്രാർത്ഥന സ്വീകരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ സമയങ്ങളുണ്ട്. ആ സ്ഥലത്തിൽപ്പെട്ടതാണ് എന്ത്? ഒന്ന് അറഫ, അതുപോലെ തന്നെ മക്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ. അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മറ്റൊരു കാര്യം, ഉലമാക്കളെ കണ്ട് അവർക്ക് ഇൽമ് നേടുവാൻ ഈ മനാഫിഉ ദുനിയ വൽ ആഖിറയിൽ സംഭവിക്കും. നോക്കൂ, പ്രവാചകൻ താബിഉകൾ സ്വഹാബത്തിനെ കാണുന്നത് ഹജ്ജിന്റെ വേളയിലായിരിക്കും. ഹജ്ജിന്റെ വേളയിലാണ് സ്വഹാബികളെ താബിഉകൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നത്തെ പോലെ ഹദീസ് ഗ്രന്ഥങ്ങൾ അന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരെ അതുപോലെ തന്നെ സ്വഹാബികളൊക്കെ റിവായത്ത് കൈമാറ്റം ചെയ്തിരുന്നത് ഈ ഹജ്ജിന്റെ വേളയിലാണ്. അതുപോലെ തന്നെ അവർക്ക് ഹദീസിന്റെ വിഷയത്തിലോ അതല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിലോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഹജ്ജിന്റെ വിഷയത്തിൽ അവർ തീർക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകൾ ഹജ്ജിന്റെ ആ ഒരു ദിനരാത്രങ്ങളിൽ അവിടെ നടന്നതായൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ ആഖിറത്തിലേക്കുള്ള മനാഫിയകളാണ്. ഇനി ദുനിയാവിലുള്ള ആ മനാഫിയകൾ ഏതൊക്കെയാണ്, ഉപകാരം ഏതൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്? ഒന്ന്, ഹജ്ജിന്റെ വേളയിലും എന്ത് ചെയ്യാം? കച്ചവട നടത്താം, വിൽക്കാം, വാങ്ങാം. മാത്രമല്ല വ്യത്യസ്ത നാടുകളിൽ നിന്ന് ആളുകൾ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലെയും ആ ഒരു വസ്തുക്കൾ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ഈ ഹജ്ജിന്റെ വേളയിൽ നമുക്ക് വാങ്ങുവാൻ സാധിക്കും. ഖുർആനിൽ സൂറത്ത് ബഖറയിൽ പ്രത്യേകം ഒരു ആയത്ത് കാണാം, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല കാനത് ഉക്കാബ് വമജന്ന വദുൽ മജാസ് അസ്വാഖുൽ ജാഹിലിയ. ഉക്കാല, മജന്ന, ദുൽ മജാസ് എന്നീ ഈ മൂന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികൾ പ്രത്യേകമായി കച്ചവടം ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്ത് അവർ കച്ചവടം ചെയ്യാൻ അവരെന്തായി? മടിച്ചു. ഇസ്ലാം വന്നതോടുകൂടെ ഹജ്ജിന്റെ സമയമാണല്ലോ, അപ്പം ഇബാദത്ത് ചെയ്യുന്ന ആ ഒരു സമയത്ത് കച്ചവടം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഹജ്ജിന്റെ സീസണില് കച്ചവടം ചെയ്യാൻ അവരെന്തായി? പാപമായി കണ്ടു സ്വഹാബത്ത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഗതി ചോദിച്ച സമയത്ത് പ്രവാചകന് ഈ ആയത്തിറക്കി കൊടുക്കുകയാണ്. എന്താണ്? ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും. അള്ളാഹുവിന്റെ ഫദ്ല് തേടുന്നതിന് എന്തില്ല? യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ സമയത്തും
കച്ചവടങ്ങൾ നടത്തുന്നതിനോ മറ്റിന് വിരോധമില്ല എന്ന് ചുരുക്കം. അപ്പൊ ദുനിയവിയായിട്ടും ഉഖറവിയായിട്ടും അവർക്ക് പ്രയോജനം ലഭിക്കും. അതാണ് ലിയഷ്ഹദു മനാഫിഅ ലഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവിടെ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക, കീർത്തനം ചെയ്യുക. ഹജ്ജിന്റെ വേളയിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഫضലുകൾ, അതുപോലെ തന്നെ അവന്റെ നിഅമത്തുകൾ അതൊക്കെ സ്മരിച്ച് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റിസ്ഖിൽ നിന്നും ലഭിച്ചിട്ടുള്ള, അവിടെ അറിയാം ബഹീമത്തുൽ അൻആം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആട്, മാട്, ഒട്ടകം. ഹജ്ജിന്റെ വേളയിൽ അവിടെ അറക്കേണ്ടത് ആടോ മാടോ അതല്ലെങ്കിൽ ഒട്ടകവുമാണ്. ആ ഒട്ടകത്തിൽ നിന്നും അറുത്താലേ അത് സ്വീകരിക്കുള്ളൂ, മറ്റു മൃഗങ്ങളൊന്നും അറക്കാൻ പറ്റുകയില്ല. അത് ഫി അയ്യാമിൻ മഅലൂമാത്, ചില നിശ്ചിത ദിവസങ്ങളിൽ മാത്രമാണ് അള്ളാഹുവിനെ സ്മരിക്കുവാൻ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹജ്ജിന്റെ വേളയിൽ കേട്ടോ. അപ്പൊ അയ്യാമു മഅലൂമാത് അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ അതിന് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശറു അയ്യാമാണ്, അഥവാ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ് അയ്യാമു മഅലൂമാത് എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അല്ല, അയ്യാമു തശ്രീഖ്, ആ ദിവസങ്ങളാണ് അയ്യാമു മഅലൂമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ പറഞ്ഞു 8, 9, 10 ദുൽഹിജ്ജയിലെ 8, 9, 10 ദിവസങ്ങളിലാണ് അയ്യാമു മഅലൂമാത്ത് എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്, ചില നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിനെ കീർത്തനം ചെയ്യണം. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ബഹീമത്തിൽ അൻആം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു? ആട്, മാട്, ഒട്ടകമാണ്. അവർക്ക് നൽകിയിട്ടുള്ള ആ ഒരു റിസ്ഖിൽ നിന്നും അവരെന്താക്കണം? ആ ബലി മൃഗത്തെ അവർ അറുക്കുകയും ഫകുലൂ മിൻഹാ, അതിൽ നിന്ന് ഭക്ഷിക്കുകയും വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അൽ ബാഇസുൽ ഫഖീർ എന്ന് പറഞ്ഞാൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് എന്താക്കാം? ഈ ബലിമൃഗത്തിൽ നിന്നും ഭക്ഷണം നൽകുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടാണ്. ഫകുലൂ മിൻഹാ, അവർ അതിൽ നിന്നെന്താക്കട്ടെ? ആ മൃഗത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ ഇവിടെ അമ്രാണല്ലോ, അപ്പൊ നിർബന്ധമായും ഭക്ഷിക്കണോ? അതല്ല, വേണമെങ്കിൽ ഭക്ഷിച്ചാൽ മതിയോ? അവിടെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത് എന്താ വെച്ചാല്, സുഫിയാൻ തൗരിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, മുശ്രിക്കുകൾ കാനൽ മുശ്രിക്കൂന ലാ യകുലൂന മിൻ, അവർ അറുത്ത് ആ ഒരു അഥവാ ബലി നൽകണം എന്ന് പറഞ്ഞല്ലോ, ആ അറുത്തതിൽ നിന്നും മുശ്രിക്കുകൾ എന്താക്കില്ലായിരുന്നു? കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഒരു ഇളവായിക്കൊണ്ട് പറഞ്ഞതാണ് എന്ത്? നിങ്ങൾക്ക് ഫകുലൂ മിൻഹാ, മുശ്രിക്കുകൾ തിന്നൂല, എന്നാൽ മുസ്ലിമീങ്ങൾക്ക് അവർ ബലി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബലി മൃഗത്തിൽ നിന്നും കഴിക്കാം എന്നൊരു ഇളവ് നൽകിയതാണ്. അതല്ലാതെ നിർബന്ധമായും അതിൽ നിന്ന് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിന്റെ വേളയിൽ ഒരുപാട് മൃഗത്തെ അറുത്തിട്ടുണ്ട്. അതിന് വളരെ ചുരുക്കം മാംസം എടുത്തിട്ട് അതിനെ വേവിച്ച് കഴിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ബാക്കി മുഴുവൻ സ്വതഖ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്ന് പറഞ്ഞുകൊടുത്ത് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ബലിമൃഗത്തെ അറുത്തതിന് ശേഷം 2 ഓഹരി ആക്കണം. ഒന്ന്, നമുക്ക് ഭക്ഷിക്കാനുള്ള ഒരു ഓഹരി, അതാണ് ഫകുലൂ മിൻഹാ, നമുക്ക് ഭക്ഷിക്കാനുള്ള ഒരു ഓഹരിയും വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, മറ്റേ ഓഹരി ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സ്വതഖ നൽകാൻ വേണ്ടി മാറ്റിവെക്കണം എന്നും പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അടുത്ത ആയത്ത് തഫസ എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നുള്ളതാണ്. തഫസ എന്ന് പറഞ്ഞാൽ അഴുക്ക്. സുമ്മല്യഖുദു തഫസഹും, പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കം ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ വേളയിൽ എന്ത് ചെയ്യാൻ പറ്റൂല? മുടി മുറിക്കാനോ നഖം മുറിക്കാനോ സുഗന്ധം ഉപയോഗിക്കാനോ ഒന്നും പറ്റൂല. അപ്പോൾ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താകാം? ഹജ്ജിന്റെ അവസാന വേളയിൽ അവർക്ക് തലമുണ്ടനം ചെയ്യാനും നഖം മുറിക്കാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വസ്ത്രം, ഇഹ്റാമിന്റെ വസ്ത്രം ഉപേക്ഷിച്ച് മറ്റു വസ്ത്രങ്ങൾ ധരിക്കുവാനും പിന്നെ സുഗന്ധം ഉപയോഗിക്കാനൊക്കെ പറ്റും. അതാണ് വൽയഖ്ദു തഫസഹും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽയൂഫു നുദൂറഹും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ ഇന്ന ഇബാദത്തുകൾ ചെയ്യും, അതല്ലെങ്കിൽ ഇത്ര നോമ്പ് അനുഷ്ഠിക്കും എന്നല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ പൂർത്തിയാക്കട്ടെ എന്നതാണ് വൽയൂഫു നുദൂറഹും എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ല, പണ്ഡിതന്മാർ പറഞ്ഞു
വൽ യൂഫു നുദൂറഹും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിന് പോകുന്ന സമയത്ത് ചില നിർബന്ധമായും നിർവഹിക്കേണ്ട ചില കടമകൾ ഉണ്ടാവും. നമുക്കറിയാം, തവാഫ്, അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക, സഈ ചെയ്യുക, റമിയ്, ജംറകളിൽ കല്ലെറിയുക, ഇതൊക്കെ നിർബന്ധമായും ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിർവഹിക്കലാണ് വൽ യൂഫു നുദൂറഹും എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഏതായിരുന്നാലും ഇനി ചെയ്യേണ്ട കടമകളാകട്ടെ, ഇനി അതല്ല, ആ ഹജ്ജിന്റെ വേളയിൽ നിർവഹിക്കാൻ അവർ കരുതി വെച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ആ നേർച്ച വഴിപാടുകൾ അവർ പൂർത്തിയാക്കട്ടെ. വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനാലയത്തെ അവർ തവാഫ് ചെയ്യട്ടെ. ഇവിടെ ഈ തവാഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് തവാഫുൽ ഇഫാദയാണ്. ഹജ്ജിന്റെ അവസാനം എങ്ങനെയാണ്? തവാഫുൽ ഇഫാദയോട് കൂടിയായിരിക്കണം ഹജ്ജ് അവസാനിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജും അത്തരത്തിലായിരുന്നു. ദുൽഹിജ്ജ 10 യൗമുൻ നഹറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലേക്ക് മടങ്ങി വരികയും എന്നിട്ട് എറിയുകയും ജംറകളിൽ കല്ലെറിയുകയും അറവ് നടത്തുകയും തലമുണ്ടനം ചെയ്യുകയും അതിനുശേഷം തവാഫുൽ ഇഫാദ നിർവഹിക്കുകയുമാണ് ചെയ്തിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം വിശ്വാസികളോട് തവാഫിനെ അവസാനമാക്കാൻ ആവശ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കും. അപ്പോ വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് തവാഫുൽ ഇഫാദ അവർ നിർവഹിക്കട്ടെ. ഇത് ഹജ്ജിന്റെ ഫർദിൽപ്പെട്ടതാണ്. ബിൽ ബൈത്തിൽ അതീഖ്, അവിടെ ആ പുരാതന ആലയത്തെ അവർ തവാഫ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കണ്ടിട്ടുണ്ടാവും കഅബയുടെ ഒരു ഷേപ്പ്, ഒരു ചതുരത്തിൽ, പിന്നെ അതിനെന്താ ഒരു അർദ്ധവൃത്താകൃതിയിൽ അവിടെ ഉണ്ടാവും, അർദ്ധവൃത്താകൃതിയിൽ ഉണ്ടാകും. ശരിക്ക് ആ കഅബയുടെ പിന്നെ തറ എന്ന് പറയുന്നത് ആ ചതുരവും അർദ്ധവൃത്താകൃതിയും അടങ്ങുന്ന ആ ഭാഗമാണ്. അത് മുഴുവനും കഅബാണ്. ആ അർദ്ധവൃത്താകൃതിന്റെ ഉള്ളിൽ കൂടെ എന്താക്കാൻ പറ്റില്ല, ഒരാള് തവാഫ് ചെയ്യണം. 4 ചുമരും തൊട്ടുകൊണ്ട് തവാഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തവാഫ് ശരിയാവൂല. എങ്ങനെ ആയിരിക്കണം? ആ 3 ചുമരും അർദ്ധവൃത്താകൃതിയിലെ അതും കൂടി അടങ്ങുന്ന രൂപത്തിലായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. കാരണം ആ അർദ്ധവൃത്താകൃതിയുടെ ഭാഗം ഹിജ്ർ ഇസ്മായിൽ നമ്മൾ പറയും, അത് കഅബത്തിന്റെ ഉൾഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുതുക്കി പണിത സമയത്ത് ഉണ്ടായിരുന്ന ആ അവസ്ഥയിലല്ല മക്കയിലെ ഖുറൈശികൾ പിന്നെ ആ ഭാഗം പുതുക്കി പണിതപ്പോൾ ചെയ്തത്. അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പം നിലവിലുള്ള ആ ഒരു ചതുരത്തിലാണ് അവർ കഅബ പുതുക്കി പണിതത്. ആ അർദ്ധവൃത്താകൃതി കഅബയുടെ ഭാഗമായിരുന്നു. അവർക്ക് സമ്പത്തിന് കുറവ് ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താക്കില്ല, ആ ഭാഗം അവിടെ ഒഴിച്ചിട്ടുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന ആയത്തിനെ അടിസ്ഥാനമാക്കി പ്രവാചകൻ ആ അർദ്ധവൃത്താകൃതിയുടെ പുറത്തുകൂടെയായിരുന്നു പ്രവാചകൻ തവാഫ് ചെയ്തതായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അൽ ബൈത്തുൽ അതീഖ്, എന്തുകൊണ്ടാണ് കഅബാലയത്തിന് ബൈത്തുൽ അതീഖ് എന്ന് പേര് വരാനുള്ള കാരണം? 2 കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, പുരാതനാലയം എന്ന് ബൈത്തുൽ അതീഖ് കൊണ്ട് അർത്ഥം പറഞ്ഞവരുണ്ട്. രണ്ടാമത്തത് വിമുക്തമായ ആലയം. വിമുക്തമായ ആലയം അഥവാ ഒന്ന് പുരാതനാലയം എന്ന് പറയാനുള്ള കാരണം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത് ലിഅന്നഹു അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസ്, ആദ്യമായി നിർവഹിച്ച ആരാധന കേന്ദ്രമായതിനാൽ തന്നെ അതിനെന്താക്കാം, പണ്ട് മുതലേയുള്ള പുരാതനാലയം എന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ബൈത്തുൽ അതീഖ് വിമുക്താലയം എന്നും പിന്നെ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിമുക്താലയം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇമാം തിർമദി റഹിമഹുല്ലാ മുർസലായ ഒരു റിവായത്തിൽ പറഞ്ഞു, പിന്നെ ബൈത്തുൽ അതീഖ് എന്ന് പേര് വരാനുള്ള കാരണം ലിഅന്നഹു ലം യദ്ഹർ അലൈഹി ജബ്ബാറുൻ. നമുക്കറിയാം, കഅബ തകർക്കാനോ അതല്ലെങ്കിൽ കഅബത്തിനെ ആക്രമിക്കാനോ ഇതുവരേക്കും ഒരു ആൾക്കും സാധിച്ചിട്ടില്ല. പ്രവാചകൻ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒരാൾക്കും അതിനെ ആക്രമിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടിയിട്ടുള്ള വിമുക്താലയം എന്നാണ് ഇതിന് പേര് അർത്ഥം എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇതിന് പേര് വരാനുള്ള കാരണം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകൂടെ ആവർത്തിച്ചു ഓതാം, ശരിക്കും ശ്രദ്ധിക്കാം. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത് في أيام معلومات على ما رزقهم
على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. هذا والله أعلم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.